സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ. ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ. ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണേ. ഗോവിന്ദ ഗോവിന്ദ നമോ നമസ്തേ. ഓം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്തേ. നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സുഹൃത്തുക്കളെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. വേദവ്യാസകൃതം എന്ന് പറയപ്പെടുന്ന ശ്രീമദ്ദേവി ഭാഗവതത്തിലെ ചരിത്രങ്ങളും ദേവീ മന്ത്രബീജങ്ങളും പ്രാധാന്യവും ആ മന്ത്രങ്ങളുടെ പ്രാധാന്യവും ഓരോ ദശകമായി സംഗ്രഹിച്ചിരിക്കുകയാണ് ദേവീനാരായണീയം എന്ന ഈ കൃതിയിൽ. ഈ ദേവീനാരായണീയം എന്ന കൃതി ഒരു ദേവീ സ്തുതിയാണ്. ഈ ഗ്രന്ഥത്തിന്റെ ഗ്രന്ഥകർത്താവ് ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരി. അദ്ദേഹം പാറമേക്കാവിലമ്മയുടെ ഉത്തമ ഭക്തനും പണ്ഡിതാഗ്രേസരനുമാണ്. അദ്ദേഹത്തിന്റെ ദേവീനാരായണീയം എന്ന ഈ ഗ്രന്ഥം ആണ് നാം ഇപ്പോൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൽ 1 മുതൽ 12 വരെയുള്ള ദശകങ്ങൾ നാം അനുസ്മരിച്ചു കഴിഞ്ഞു. ഇന്ന് 13ാമത്തെ ദശകമാണ് അനുസ്മരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഭഗവതിയുടെ ഇഷ്ടഭക്തനാണ്, പണ്ഡിതാഗ്രേസരനാണ് പാലേലി ശ്രീനാരായണൻ നമ്പൂതിരി. അദ്ദേഹമാണ് ഇത് രചിച്ചിരിക്കുന്നത്. ദശകം, അതായത് കഴിഞ്ഞ ദശകം 12ാമത്തെ ദശകം, ആ പഠന ക്ലാസ് നാം വളരെ ഭക്തിയോടുകൂടി തന്നെ എല്ലാവരും പാരായണം ചെയ്ത് അതിലുള്ള എല്ലാ കഥകളും, ഉദത്യന്റെ ജനനമാണ്, അത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഈ പഠന ക്ലാസ്സിൽ ദശകം 13 നാം അനുസ്മരിക്കുന്നത്. 12ാമത്തെ ദശകമാണ് നാം കഴിഞ്ഞ പഠന ക്ലാസ്സിൽ അനുസ്മരിച്ചത്. ഇന്ന് 13ാമത്തെ ദശകം. അതിൽ ശ്ലോകങ്ങൾ 1, 2, 3, 4. കഴിഞ്ഞ ദശകം 12ാമത്തെ ദശകം അല്ലെ, അതില് ഉദത്യന്റെ ജനനം, മൂഢനായി ജനിച്ച ഉദത്യൻ
ഉദത്തിന്റെ ആ ജ്ഞാനശക്തിയെക്കുറിച്ചും സത്യനിഷ്ഠയെക്കുറിച്ചും ഒക്കെ പ്രതിപാദിച്ച് വിസ്തരിക്കുന്ന കഥയാണ് നാം ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദശകത്തിൽ നാം മനസ്സിലാക്കി ഉദത്യൻ ഒരു സൂകരത്തെ കാണുകയാണ്. ആ സൂകരം ശരീരം മുഴുവൻ ചോരയൊലിപ്പിച്ചുകൊണ്ട് തന്റെ സമീപത്തേക്ക് എത്തിയപ്പോൾ എന്താണ് മന്ത്രം ഉച്ചരിച്ചത്? ഉദത്യൻ അയ്യയ്യ എന്നാണ് പറഞ്ഞല്ലേ. അതുകൊണ്ട് തന്നെ ഐം 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 എന്ന് 3 രൂപത്തിൽ ദേവിയുടെ ദിവ്യമായ വാഗ്ബീജ മന്ത്രത്തെ ഉദത്യൻ ജപിച്ചു. ദേവിക്കത് നല്ല മന്ത്രം, തൻ്റെ മന്ത്രം ആണ് തൻ്റെ ഭക്തൻ അറിയാതെയാണെങ്കിലും ഉച്ചരിച്ചിരിക്കുന്നത്. അതായത് അദ്ദേഹം എങ്ങനെയാണ് ഉച്ചരിച്ചത്? മകാരം കൂടാതെ ഐ ഐ ഐ എന്നാണ് ഉച്ചരിച്ചത്. ഐം ഐം ഐ, അതാണ് ശരിയായ വാഗ്ബീജ മന്ത്രം. അത് വാഗ്ബീജ മന്ത്രത്തിന്റെ പൂർവ്വഭാഗമാണ്. അതൊന്നും അദ്ദേഹത്തിന് അറിഞ്ഞില്ല, അറിയാതെയാണ് ഉച്ചരിച്ചത്. ഭക്തിയോടുകൂടെയുമല്ല അദ്ദേഹം ഉച്ചരിച്ചത്. 3 പ്രാവശ്യം ഈ മന്ത്രം ജപിച്ചു. അപ്പോ കരുണാമയിയായിട്ടുള്ള ആ ദേവി ഈ മന്ത്രം ജപിച്ച ഉദത്യന്റെ പാപങ്ങളെയൊക്കെ നശിപ്പിച്ച് അദ്ദേഹത്തിന്റെ മൂഢതയൊക്കെ നീങ്ങുകയും ചെയ്തു. അദ്ദേഹത്തിന് ബുദ്ധി തെളിയുകയും ചെയ്തു. ഇവിടെ ഉദത്യന്റെ മഹിമ, 13ാമത്തെ ദശകം ഉദത്യന്റെ മഹിമ, ആ കഥ തുടരുകയാണ്. നമുക്ക് ശ്ലോകങ്ങളുടെ പാരായണത്തിലേക്ക് പ്രവേശിക്കാം. അതിനുശേഷം പദങ്ങളുടെ പദച്ഛേദം, അന്വയാർത്ഥം, വ്യാഖ്യാനം എന്നിവയും ശ്രവിക്കാം. ആദ്യം പാരായണം. ശ്രീദേവി നാരായണീയം ദശകം 13 ഉദധ്യ മഹിമ. ശ്ലോകം 1 പാരായണം. അധാഗത കശ്ചിദതിജ്യധന്വാ മുനിം നിഷാദ സഹസാ ജഗാദത്വം സത്യവാക് ബ്രൂഹി മുനേ ത്വയാ കിം ദൃഷ്ട കിടിസായക വിദ്ധദേഹഃ. ശ്ലോകം 2. ദൃഷ്ടസ്ത്വയാ ചേദ്വദ സൂകരക്വഗതോ ന വാദൃശ്യത കിം മുനീന്ദ്ര അഹം നിഷാദ ഖലു വന്യവൃത്തിർ മമാസ്തി ദാരാധിക പോഷ്യവർഗഃ. ശ്ലോകം 3. ശ്രുത്വാ നിഷാദസ്യ വചോ മുനി സ തൂഷ്ണീം സ്ഥിതശ്ചിന്തയതി സ്മ ഗാഢം വദാമി കിം ദൃഷ്ട ഇതീര്യതേ ചേദ് ഹന്യാദയം തം മമ ചാപ്യഖം സ്യാത്. ശ്ലോകം 4. സത്യം നരം രക്ഷതി രക്ഷിതം ചേദസത്യവക്താ നരകം വ്രജേച്ഛ സത്യം ഹി സത്യം സദയം ന കിഞ്ചിത് സത്യം കൃപാശൂന്യമിദം മതം മേ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്ലോകം 1 പദച്ഛേദം ആദ്യം നമുക്ക് നോക്കാം. അധ ആഗതഃ കശ്ചിത് അധിജ്യധന്വാ മുനിം നിഷാദഃ സഹസാ ജഗാദ ത്വം സത്യവാക് ബ്രൂഹി മുനേ ത്വയാ കിം ദൃഷ്ടഃ കിടിഃ സായക വിദ്ധ ദേഹഃ. ആ പദങ്ങളുടെയൊക്കെ അന്വയാർത്ഥം നോക്കാം. അധ സഹസാ, അനന്തരം, വളരെ പെട്ടെന്ന്, അധിജ്യധന്വ, കയ്യിൽ കുലച്ച വില്ലുമായി, ആഗതഃ കശ്ചിത്, ഓടിവന്ന ഒരു, നിഷാദഃ മുനിം ജഗാദ, നിഷാദൻ മുനിയോട് പറഞ്ഞു. ഇവിടെ മുനി എന്ന് ഉദ്ദേശിക്കുന്നത് ആശ്രമത്തിലാണല്ലോ ഉദത്യൻ. അപ്പോ ആ ആശ്രമത്തിന്റെ സമീപത്താണല്ലോ ഈ സൂകരം വരുന്നത്. അപ്പോൾ അവിടെയുള്ളത് മുനി എന്ന് പറയുന്നത് ഉദത്യനെ ഉദ്ദേശിച്ചാണ്. നിഷാദൻ ഒരു കാട്ടാളൻ മുനിയോട് പറഞ്ഞു. മുനേ ബ്രൂഹി, മുനേ പറയൂ, ത്വം സത്യവാക്, അങ്ങ് സത്യം മാത്രം പറയുന്നവനാണല്ലോ.
സായകവിദ്ധദേഹ അമ്പുകൊണ്ട് മുറിവേറ്റ കിടിഹി ത്വയാ ദൃഷ്ട കിം. അതായത് അമ്പുകൊണ്ട് മുറിവേറ്റ ഒരു പന്നിയെ അങ്ങ് കണ്ടുവോ എന്നാണ് ആ വേടൻ ചോദിക്കുന്നത്. ഇതിൻ്റെ ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം. കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞല്ലോ, ആ ഉദധ്യൻ ഈ ദശകത്തിൽ ആദ്യം തന്നെ പറയുന്നത് എന്താന്ന് വെച്ചാല് അധാസഹസ, അനന്തരം പെട്ടെന്ന്. കഴിഞ്ഞ ദശകത്തില് ഉദധ്യൻ കണ്ടു അല്ലെ ഒരു സൂകരം ഓടി വരുന്നത്. ഇവിടെ പറയുന്നു, ആദ്യം പറയുന്നത് അധാസഹസ, പിന്നീട് പെട്ടെന്ന് അധിജ്യധന്വ, കയ്യില് കുലച്ച വില്ലുമായി ആഗത കശ്ചിത് നിഷാദഹ മുനിം ജഗാത. കയ്യില് കുലച്ച വില്ലുമായി ഒരു കാട്ടാളൻ അല്ലെങ്കിൽ ഒരു വേടൻ ഓടി വന്ന് മുനിയോട് പറഞ്ഞു. എന്താണ് മുനിയോട് പറഞ്ഞത്? ത്വം സത്യവാഗ്ബ്രൂഹി മുനേഹേ ത്വയാകിം ദൃഷ്ട്വാ കിടിഹി സായക വിദ്ധദേഹ. അങ്ങ് സത്യം പറയുന്ന ആളല്ലേ? അമ്പുകൊണ്ട് മുറിവേറ്റ ഒരു സൂകരത്തെ അങ്ങ് കണ്ടുപോ എന്ന് ആ വേടൻ, ആ കാട്ടാളൻ മുനിയോട് ചോദിക്കുകയാണ്. അമ്പുകൊണ്ട് മുറിവേറ്റ ശരീരവുമായി ഒരു സൂകരം വള്ളിക്കുടിലിനുള്ളിലേക്ക് കയറി മറഞ്ഞുപോയി അല്ലേ? ആ സൂകരത്തെ അന്വേഷിച്ചുകൊണ്ടാണ് ഈ വേടന്റെ വരവ്. ആ വേടനാണ് ഈ ഉദധ്യനോട് ചോദിക്കുന്നത്. പറയുന്നു, അങ്ങ് സൂകരത്തെ കണ്ടുപോ, അങ്ങ് അസത്യം പറയില്ല, സത്യം മാത്രം പറയുന്നവനാണല്ലോ. അതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ വേടന് അത് നല്ലപോലെ അറിയുകയും ചെയ്യാം. ഈ വേടൻ പറയണു, അങ്ങ് സത്യം മാത്രമേ പറയുള്ളൂ, അങ്ങ് അസത്യം പറയില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ച ഈ ചോദ്യത്തിന് ഒരു മറുപടി അങ്ങ് പറയണം എന്നാണ് ഈ വേടൻ ആ മുനിയോട്, അതായത് ആ ഉദധ്യനോട് ചോദിക്കുന്നത്. ഒന്നാമത്തെ ശ്ലോകത്തിൽ ഇപ്രകാരം വ്യാഖ്യാനിച്ചിരിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. രണ്ടാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കാം ആദ്യം. ദൃഷ്ടഃ ത്വയാ ചേത് വദ സഹ സൂകരഃ ക്വ ഗതഃ ന വ ദൃശ്യത കിം. മുനീന്ദ്ര അഹം നിഷാദഃ ഖലു വന്യവൃത്തിഃ മമ അസ്തി ധാരാധികപോഷ്യവർഗഃ. ഇതിന്റെ അന്വയാർത്ഥം നോക്കാം. ഹേ മുനീന്ദ്ര, ഇവിടെ രണ്ടാമത്തെ പാദത്തിൽ പറയുന്നുണ്ട് മുനീന്ദ്ര, ഹേ മുനീന്ദ്ര, ഹേ മുനിശ്രേഷ്ഠ. അതാണ് ഹേ മുനീന്ദ്ര, ത്വയാ സൂകരഃ ദൃഷ്ടഃ ചേത്, അങ്ങ് പന്നിയെ കണ്ടു എങ്കിൽ വദ സഹ ക്വ ഗതഃ, അങ്ങ് ഒരു പന്നിയെ കണ്ടു എങ്കിൽ പറയൂ, അത് എവിടെ പോയി? അഹം വന്യവൃത്തിഹി, ഞാൻ വന്യമായ ആഹാരം കഴിച്ച് ജീവിക്കുന്ന നിഷാദഃ ഖലു, ഒരു നിഷാദനാണ്, ഒരു കാട്ടാളനാണ്. ധാരാധിക പോഷ്യവർഗ, അതായത് തൻ്റെ പുത്രധാരാദികളെയൊക്കെ പത്നി മുതലായവരെ ഞാൻ ആഹാരം നൽകി പോഷിപ്പിക്കേണ്ടവർ, അവരെയാണ് ഞാൻ ആഹാരമൊക്കെ, അവർക്ക് വേണ്ട ആഹാരമൊക്കെ നൽകി അവരെ പോഷിപ്പിക്കേണ്ട അവരാണ്, അവർക്കുള്ള ആഹാരം ഞാൻ നൽകേണ്ടവനാണ്. മമ അസ്തി, ആ ചുമതല എനിക്കുണ്ട് എന്ന് ഈ നിഷാദൻ പറയാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണെന്ന് നോക്കാം. ആ വേടൻ ചോദിച്ചല്ലോ, അല്ലയോ മുനി, അങ്ങ് അസത്യം പറയില്ല, സത്യം മാത്രം പറയുന്നവനാണ്, അതുകൊണ്ട് എൻ്റെ ചോദ്യങ്ങൾക്ക് അങ്ങൊരു മറുപടി പറയൂ എന്ന് അല്ലേ? ആ നിഷാദൻ ഉദധ്യനോട് ചോദിക്കുകയാണ്. എന്താണ് ചോദിച്ചത്? മുനീന്ദ്രനോട് പറയാണ് വേടൻ, ഹേ മുനിശ്രേഷ്ഠ, ത്വയാ സൂകരഃ ദൃഷ്ടഃ ചേത്, അങ്ങ് ആ സൂകരത്തെ കണ്ടു എങ്കിൽ പറയൂ, അതെവിടേക്കാണ് പോയത്?
അഹം വന്യവൃത്തി, ഞാൻ വന്യമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ആഹാരം കഴിച്ച് ജീവിക്കുന്ന ഒരു വേടനാണ്, ഒരു നിഷാദനാണ്, കാട്ടാളനാണ്. ധാരാധിക പോഷ്യവർഗ, കാട്ടിൽ വേടയാടിയും മറ്റും സമ്പാദിക്കുന്ന വിഭവങ്ങൾ അത് പത്നി മുതലായവർക്ക് നൽകി അവരെ പോഷിപ്പിച്ച് ജീവിക്കുന്നവനാണ് ഞാൻ. അവരെയൊക്കെ സംരക്ഷിക്കേണ്ട ചുമതല എനിക്കുണ്ട്. നിഷാദനായ എനിക്കൊരു കുടുംബമുണ്ട്. കുടുംബം എന്ന് പറയുമ്പോൾ ഭാര്യാപുത്രന്മാര് അല്ലേ? അവർക്കൊക്കെ ആഹാരം നൽകേണ്ട ചുമതല ആർക്കാണ്? ഗൃഹസ്ഥനായ ആൾക്ക് അല്ലേ? അപ്പൊ ഇവിടെ ആ നിഷാദന് ആ ചുമതലയുണ്ട്. ആ ചുമതല എനിക്കുണ്ട്. എനിക്കുള്ളത് കൊണ്ട് ആ സൂകരത്തെ ഞാൻ അന്വേഷിക്കുകയാണ്, ആഹാരത്തിനു വേണ്ടി അന്വേഷിക്കുകയാണ്. നോക്കൂ, ആ കാട്ടാളനാണെങ്കിലും അവൻ്റെ വിനയഭാവം ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുകയാണ്. എങ്ങനെയാണ് ചോദിക്കുന്നത്? അങ്ങ് ആ സൂകരത്തെ കണ്ടുവോ? കണ്ടു എങ്കിൽ എന്നോട് പറയൂ, അല്ലേ? അങ്ങനെയൊക്കെയല്ലേ, വളരെ മര്യാദയ്ക്ക് നല്ല ഭാഷയിലൊക്കെയാണ് ചോദിക്കുന്നത്, എന്നാൽ വളരെ ഗംഭീരമായിട്ട്. അതായത് സംസ്കാരഹീനമായ ഒരു ഭാഷയേ അല്ല ആ നിഷാദന്റെ, മറിച്ച് ചുമതലാബോധമുള്ള, കടമ നിറവേറ്റാനുള്ള അഭിവാഞ്ചയുള്ള ഒരു ഗൃഹസ്ഥന്റെ വിനീതമായ ഒരു ഭാവത്തിലും ഭാഷയിലുമാണ് ആ നിഷാദന്റെ സംസാരം. വളരെ നല്ല വിനയത്തോടു കൂടി തന്നെയാണ് ആ നിഷാദൻ ഉദത്തിനോട് ചോദിക്കുന്നത്. രണ്ടാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം ഇപ്രകാരമാണ്. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 3 പദച്ഛേദം നോക്കാം. ശ്രുത്വാ നിഷാദസ്യ വചഃ മുനിഃ സഹ തൂഷ്ണീം സ്ഥിതഃ ചിന്തയതി സ്മ ഗാഢം വദാമി കിം ദൃഷ്ടഃ ഇതി ഈര്യത്തെ ചേത് ഹന്യാത് അയം തം മമ ച അപി അഖം സ്യാത്. അന്വയാർത്ഥം നോക്കാം. നിഷാദസ്യ വചഃ ശ്രുത്വ, നിഷാദന്റെ ആ കാട്ടാളന്റെ വാക്കു കേട്ട് സഹ മുനിഃ തൂഷ്ണീം സ്ഥിതഃ, ആ മുനി, ആ ഉദത്യൻ ഒന്നും മിണ്ടാതെ ഗാഠം ചിന്തയതി സ്മ, ഗാഠമായ ചിന്തയിൽ ആണ്ടു, വളരെ ആലോചനാനിമഗ്നനായിരുന്നു ഉദത്യൻ. കിം വദാമി, ഞാൻ എന്തു പറയണം? ദൃഷ്ടഃ ഇതി ഈര്യത്തെ ചേത്, കണ്ടു എന്ന് പറഞ്ഞാൽ അയം തം ഹന്യാത്, ഈ നിഷാദൻ അതിനെ കൊല്ലും. ഏതിനെ? ആ സൂകരത്തിനെ. ആ സൂകരത്തെ കണ്ടു എന്ന് പറഞ്ഞാൽ ഈ നിഷാദൻ അതിനെ കൊല്ലും. മമ അഖം സ്യാത് ച, എനിക്ക്, ഞാൻ പറഞ്ഞു കൊടുത്തതല്ലേ, ഉദത്യൻ ചിന്തിക്കുകയാണിത്. ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ ഈ നിഷാദൻ അതിനെ കൊല്ലും. മമ അഖം സ്യാത് ച, എനിക്ക് പാപം സംഭവിക്കുകയും ചെയ്യും. അപ്പോ ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം പറയുമ്പോൾ പറയണു, ഈ വേടന്റെ വാക്കൊക്കെ കേട്ടു അല്ലേ? ശ്രുത്വാ നിഷാദസ്യ വചോ മുനിഃ തൂഷ്ണീം സ്ഥിത ചിന്തയതി സ്മ ഗാഠം. ആ ഉദത്യൻ, ആ മുനി ഒന്നും മിണ്ടിയില്ല. ചോദ്യങ്ങളൊക്കെ ചോദിച്ചു വേടൻ, പക്ഷെ ഒന്നും പറഞ്ഞില്ല. വേടൻ ചോദിച്ചല്ലോ, ആ സൂകരത്തെ കണ്ടുവോ? കണ്ടുവെങ്കിൽ പറയൂ, അതെവിടെ പോയി? എന്നാൽ ഉദത്യനാകട്ടെ ഒന്നും, ഇതിനുത്തരം ഒന്നും പറഞ്ഞില്ല, ഒന്നും മിണ്ടിയില്ല. എന്നാൽ ഗാഠമായ ചിന്തയിൽ ആണ്ടു ആ ഉദത്യൻ. എന്താണ് ചിന്തിച്ചത്? കിം വദാമി, ഞാൻ എന്താ പറയേണ്ടത്? ദൃഷ്ടഃ ഇതി ഈര്യത്തെ ചേത്, ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ അയം തം ഹന്യാത്, ഈ വേടൻ അതിനെ തീർച്ചയായും കൊല്ലും. മമ അഖം സ്യാത് ച, അതുമൂലം എനിക്ക് പാപം സംഭവിക്കുകയും ചെയ്യും. അപ്പോ വേടന്റെ വാക്ക് കേട്ട് ആ സൂകരം ആ വള്ളിക്കുടലിന്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞാൽ അതാണല്ലോ സത്യം. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ ഈ വേടൻ അതിനെ എന്താ ചെയ്യുക? ആ വള്ളിക്കുടിനകത്തേക്ക് കയറും, ആ സൂകരത്തെ കൊല്ലുകയും ചെയ്യും.
ഹിംസയ്ക്ക് കൂട്ടുനിൽക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പാപമാണ്. കലിയിരിക്കുന്ന സ്ഥലങ്ങൾ പറയണ്ടേ, ദ്യുതം പാനം സ്ത്രീയസൂന അല്ലേ? അതില് ഹിംസയാണ് നാലാമത്തേത്. ഹിംസ ചെയ്യുക എന്നതുപോലെ തന്നെയാണ് ഹിംസയ്ക്ക് കൂട്ടുനിൽക്കുക എന്നതും. അത് ഈ ഉദയൻ ആലോചിച്ചു. പക്ഷേ സത്യവ്രതനായ താൻ അസത്യം പറയരുത്, അസത്യം പറയരുതെന്ന് മാത്രമല്ല ചിന്തിക്കുക പോലും അരുത്. അങ്ങനെ അങ്ങനെ വളരെ ചിന്തയിലാണ്ടു ഉദയൻ. ഏതാണ് പറയേണ്ടത്? കണ്ടു എന്ന് സത്യം പറയണമോ? പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കണ്ടില്ല എന്ന് പറയണമോ? വീണ്ടും ഉദയന്റെ ആലോചന അങ്ങനെ നീണ്ടു പോയി. എന്നിട്ടൊന്ന് തീരുമാനിച്ചു. അടുത്ത 4-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് ആ തീരുമാനം, നീണ്ടുപോയ ഉദയത്തിന്റെ ചിന്തയാലെ എന്താണ് ആ തീരുമാനം എന്നുള്ളത് നമുക്ക് 4-ാമത്തെ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കാം. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമ. ശ്ലോകത്തിന്റെ പദച്ഛേദം: സത്യം നരം രക്ഷതി രക്ഷിതം ചേത് അസത്യവക്ത നരകം വ്രജേത് ച സത്യം ഹി സത്യം സദയം ന കിഞ്ചിത് സത്യം കൃപാശൂന്യം ഇദം മതം മേ. അന്വയാർത്ഥം നോക്കാം. സത്യം രക്ഷിതം ചെയ്ത്, സത്യത്തെ അങ്ങോട്ട് രക്ഷിച്ചാൽ നരം രക്ഷതി, അത് മർത്തിനെ ഇങ്ങോട്ട് രക്ഷിക്കും. അസത്യവക്താച, അസത്യം പറയുന്നവനാകട്ടെ നരകം വ്രജേത്. അപ്പോൾ സത്യം, നമ്മൾ സത്യത്തെ രക്ഷിക്കുമ്പോൾ നരം രക്ഷയെ, അത് മർത്തിനെ, ആ സത്യം മർത്തിനെ രക്ഷിക്കും. അസത്യം പറയുന്നവനോ അവന് നരകത്തിൽ എത്തിച്ചേരും. സദയം സത്യം, ദയയോട് ചേർന്ന സത്യമാണ്. സത്യം ഹി സത്യം, സത്യം ഹി അതായത് ദയോട് ചേർന്നിട്ടുള്ള സത്യമാണ് സത്യം. കൃപാശൂന്യം കിഞ്ചിത്, കൃപയോട് ചേരാത്ത ഒന്നും ന സത്യം, സത്യമല്ല. ഇതമ്മേ മതം, ഇതാണ് എൻ്റെ മതം. അപ്പോ ഇവിടെ വ്യാഖ്യാനം നോക്കാം. സത്യം രക്ഷിതം ചേത്, സത്യത്തെ അങ്ങോട്ട് രക്ഷിച്ചാൽ ധർമ്മോ രക്ഷതി രക്ഷിത, ധർമ്മത്തെ നമ്മൾ രക്ഷിച്ചാൽ ധർമ്മം നമ്മളെ രക്ഷിക്കും എന്നുള്ളത് പോലെ, അങ്ങനെ എന്നും അത് പറയുന്നത് പോലെ സത്യത്തെ അങ്ങോട്ട് രക്ഷിച്ചു കഴിഞ്ഞാൽ നരം രക്ഷതി, അത് മർത്യനെയും രക്ഷിക്കും. അസത്യം പറയരുത്, ചിന്തിക്കരുത്, അതൊക്കെ ശരി തന്നെ. പക്ഷേ സത്യത്തെ അങ്ങോട്ട് രക്ഷിക്കണം. അപ്പോ എന്താവും? സത്യത്തെ അങ്ങോട്ട് രക്ഷിച്ചു കഴിഞ്ഞാൽ സത്യം നമ്മളെയും രക്ഷിക്കും, മർത്യനെ രക്ഷിക്കും. അതാണ് സത്യത്തിന്റെ പ്രത്യേകത. അസത്യം വക്താച, അസത്യം പറയുന്നവനെ യോ നരകം വ്രജേത്, നരകത്തിൽ പോകേണ്ടതായി വരും. ഒരുവൻ അസത്യം പറയുകയാണെങ്കിൽ അവൻ നരകത്തിൽ പോകേണ്ടതായി വരും, നരകത്തിൽ എത്തിച്ചേരും അവൻ. പക്ഷേ സത്യം എന്താണ്? അതാണ് പറയുന്നത്. സദയം സത്യം, സത്യം ഹി, ദയോടുകൂടിയ സത്യം ആണ് സത്യമായിട്ടുള്ളത്. വളരെ ദയോടുകൂടിയിട്ടുള്ള സത്യമാണ് സത്യമായിട്ടുള്ളത്. കൃപാശൂന്യം കിഞ്ചിത്, കൃപയോട് ചേരാത്ത ഒന്നും ന സത്യം, സത്യമല്ല. ഇതമ്മേ മതം, ഇതാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ മതം. അപ്പൊ പറയണു, അസത്യം പറയരുത്, ചിന്തിക്കരുത്, എല്ലാം ശരി തന്നെ. പക്ഷേ ഒരു സത്യം തുറന്നു പറഞ്ഞാൽ ഹിംസ നടക്കുമെങ്കിലോ? ഇവിടെ അതാണല്ലോ സംഭവിക്കാൻ പോണത്. പന്നിയെ കണ്ടു എന്ന് പറഞ്ഞാൽ ഇത് സത്യമാണ് പറയുന്നത്, പക്ഷേ അതെന്താവും? അത് പറഞ്ഞാൽ ഈ വേടൻ ആ സൂകരത്തിനെ കൊല്ലും. അപ്പോൾ ആ സത്യം പറയാമോ? പറയണമോ? അതോ ഹിംസയുടെ ദോഷം ഒഴിവാക്കാൻ വേണ്ടി അസത്യം പറയാമോ? അങ്ങനെ ഉദയൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തി. എന്താണ് എത്തിയത്? മനുഷ്യൻ സത്യത്തെ രക്ഷിക്കണം, അതാണ്. എങ്കിലേ സത്യം മനുഷ്യനെ രക്ഷിക്കൂ. അതാണ് സത്യം. മനുഷ്യനെ രക്ഷിക്കണം, മനുഷ്യൻ സത്യത്തെ രക്ഷിക്കണം, എങ്കിലേ സത്യം മനുഷ്യനെ രക്ഷിക്കൂ. അതാണ് ശരിയായ സത്യം. എന്താണ് സത്യത്തിന്റെ അധിഷ്ഠാനം? അതും അദ്ദേഹം കണ്ടെത്തി.
എല്ലാ സത്യവും സത്യമല്ല. ഏതിൽ കൃപ നിറഞ്ഞിരിക്കുന്നുവോ അതാണ് സത്യം. കൃപാശൂന്യമായ ഒന്നും തന്നെ സത്യമല്ല. ഇതായിരുന്നു ഉദത്യന്റെ തീരുമാനം, അതായത് അന്തിമ നിഗമനം. ഈ ലോകത്ത് ഒന്നും തന്നെ സത്യമല്ല. ദയോട് കൂടിയാലേ സത്യം സത്യമാവുകയുള്ളൂ, അല്ലെങ്കിലോ ഈ ലോകത്തൊന്നും തന്നെ സത്യമല്ല. അതുകൊണ്ട് ഉദത്യൻ ചിന്തിച്ചൊരു നിഗമനത്തിലേക്ക് എത്തുകയാണ്. മനുഷ്യൻ സത്യത്തെ രക്ഷിക്കുകയാണെങ്കിലോ സത്യം മനുഷ്യനെ രക്ഷിക്കും. ഇനി എന്താണ് സത്യം? സത്യത്തിന്റെ അധിഷ്ഠാനം എന്താണ്? അത് കൃപയാണ്. എല്ലാ സത്യവും സത്യമല്ല, മറിച്ച് കൃപയോടുകൂടിയ, മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത സത്യം മാത്രമേ സത്യമായിട്ടിരിക്കുകയുള്ളൂ. കൃപാശൂന്യമായ ഒന്നും സത്യമല്ല എന്ന് ഉദത്യൻ അന്തിമമായിട്ട് തീരുമാനിച്ചു എന്ന് 4-ാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ശ്രീ ഗോവിന്ദ ഗോവിന്ദ, സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ഇന്നത്തെ ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയാർത്ഥം എന്നിവയെല്ലാം ജഗദംബയുടെ തൃപാദങ്ങളിലും സജ്ജനങ്ങളുടെ പാദങ്ങളിലും ഗുരു ആചാര്യന്മാരുടെ പാദങ്ങളിലും വളരെയധികം ഭക്തിപൂർവം വിനയപൂർവം സമർപ്പിച്ചുകൊണ്ട് ഇത് ഇവിടെ ഇന്നത്തെ എല്ലാം ഇവിടെ അവസാനിപ്പിക്കുന്നു, ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ജഗദംബയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ, സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.